നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശ്വാസധനം ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഉത്തരവിറക്കി ഹൈക്കോടതി. 2000 വ്യാപാരികൾക്ക് ആശ്വാസമാകും. കോടതിയെ സമീപിച്ചത് കരിവെള്ളൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള വ്യാപാരികൾ. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ഒറ്റക്കെട്ടായി പോരാടണമെന്ന് സംഘടനകൾ. ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ സന്ദേശങ്ങളും സംഘടിപ്പിച്ച് വിദ്യാലയങ്ങൾ. ലഹരി വിരുദ്ധ റാലി നടത്തി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ. ലയൺസ് ക്ലബ് കാനന്നൂർ നോർത്തിന് പുതിയ നേതൃനിര. ചടങ്ങുകൾ റോയൽ ഒമേഴ്സിൽ നടന്നു. നേതൃത്വം വഹിച്ച് ഗ്ലോബൽ ആക്ഷൻ ടീം ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ. ചടങ്ങിൽ അനുമോദനവും ആദരവും നിരവധി സേവന പ്രവർത്തനങ്ങളും. വാർത്തകൾ വിശദമായി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവായതായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ 2000-ഓളം വ്യാപാരികൾക്ക് ഇതിന്റെ ആശ്വാസം ലഭിക്കും. കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വ്യാപാരികളാണ് ഒരു നഷ്ടപരിഹാരം കിട്ടാതെ ഒഴിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് 2012 മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും NH വികസനത്തിൻ്റെ പേരിൽ ഭൂ ഉടമകൾക്കും കെട്ടിട ഉടമകൾക്കും മാത്രം നഷ്ടപരിഹാര പാക്കേജ് എന്നുള്ള നിലയിൽ വന്നപ്പോൾ അതിൽ വർഷങ്ങളായി വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്കും നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ KV അരക്കൻ ബാലനും ആക്ഷൻ കമ്മിറ്റി കൺവീനർ KV ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ജില്ലയിൽ തുടർച്ചയായിട്ടുള്ള അനിശ്ചിതകാല കളക്ടറേറ്റ് പിക്കറ്റ് സമരം, നിരാഹാര സമരം ഉൾപ്പെടെ കഴിഞ്ഞ ഏതാണ്ട് 10-18 വർഷമായി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായി 2017 US ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 2 ലക്ഷം രൂപ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരിക്കും 50,000 രൂപ ഷിഫ്റ്റിംഗ് ചാർജും 36,000 രൂപ 6 മാസത്തേക്കുള്ള 6,000 രൂപ വെച്ച് 2,86,000 രൂപ ഈ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നൽകാമെന്നുള്ള ജിയോ പുറപ്പെടുവിക്കുകയും അതിൻ്റെ എല്ലാം ഭാഗമായി ഈ NH വികസനത്തിൻ്റെ ഭാഗമായി വളരെ തുച്ഛമായ നഷ്ടപരിഹാരമാണെങ്കിൽ പോലും അത് വ്യാപാരികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിലും ആ കാര്യത്തിൽ വ്യാപാരികൾക്ക് ഈ നഷ്ടപരിഹാരമെങ്കിലും കിട്ടുന്ന നില വന്നപ്പോൾ ഈ NH വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം വ്യാപാരി സമൂഹവും ഈ നാടിൻ്റെ വികസനത്തിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. എന്നാൽ ഈ 2017 വന്ന ഗവൺമെൻറ് വിജ്ഞാപനം അത് ഇതുവരെയായി നടപ്പിലാക്കുന്നതിന് വേണ്ടി മാറി മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചില്ല. കഴിഞ്ഞ 15 വർഷത്തോളമായി വിഷയമുന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി പ്രക്ഷോഭത്തിന്റെയും ഇടപെടലിന്റെയും വഴിയിലായിരുന്നു. ഇതിന്റെ ഭാഗമായി 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും മറ്റ് ചെലവുകളും ചേർത്ത് 2,86,000 രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് ഗവൺമെന്റ് ഉത്തരവും ഇറക്കി. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂ ഉടമകളും കെട്ടിട ഉടമകളെയും മാത്രമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി നഷ്ടപരിഹാര പാക്കേജിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വർഷങ്ങളോളം കച്ചവടം ചെയ്ത വ്യാപാരികളെ ഒരു നഷ്ടപരിഹാരവും നൽകാതെ തെരുവിലേക്ക് തള്ളിവിടാനും സർക്കാർ തീരുമാനിച്ച വളരെ ചെറിയ നഷ്ടപരിഹാരം പാക്കേജ് പോലും നൽകാത്തതിനെ തുടർന്നുമാണ് സമിതിയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ കോടതിയെ സമീപിച്ചത്. കരിവെള്ളൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള 90ഓളം വ്യാപാരികളാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചത്. 12 ആഴ്ചകൾക്കുള്ളിൽ വിധി നടപ്പിലാക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ജസ്റ്റിസ് ഹരിശങ്കർ V മേനോനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വ്യാപാരികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ലിൻഡൻ C ഡേവിഡ്, അഡ്വക്കേറ്റ് മഹേഷ് V രാമകൃഷ്ണനും ഹാജരായി. പത്രസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ, ജില്ലാ പ്രസിഡന്റ് വിജയൻ, ആക്ഷൻ കമ്മിറ്റി കൺവീനർ V ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ A ഹമീദ് ഹാജി എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. എടക്കാട് പാറപ്പള്ളി കടപ്പുറത്ത് തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടി തിരച്ചിൽ പുനരാരംഭിച്ചു. കനത്ത മഴയും ശക്തമായ തിരയും തിരച്ചിലിന് പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. താഴേക്കായലോട് പറമ്പായി റോഡിൽ MC ഹൌസിൽ റൌഫിന്റെ മകൻ ഫർസാൻ റൌഫിനെയാണ് ബുധനാഴ്ച വൈകിട്ട് കാണാതായത്. 4 സുഹൃത്തുക്കൾക്കൊപ്പം കടലോരത്ത് പാറയിൽ ഇരിക്കുന്നതിനിടെ ശക്തമായ തിരയിൽ അകപ്പെട്ട് കടലിൽ വീഴുകയായിരുന്നു.
എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏഴരപ്പാറപ്പള്ളി കടപ്പുറത്ത് തിരയിൽപ്പെട്ട് കാണാതായ യുവാവിനു വേണ്ടി തിരച്ചിൽ വ്യാഴാഴ്ച രാവിലെ പുനരാരംഭിച്ചു. കനത്ത മഴയും ശക്തമായ തിരയും തിരച്ചിലിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. താഴേക്കായലോട് പറമ്പായി റോഡിൽ MC ഹൌസിൽ റഹൂഫിന്റെ മകൻ ഫർഹാൻ റഹൂഫിനെയാണ് ബുധനാഴ്ച വൈകിട്ട് കാണാതായത്. 4 സുഹൃത്തുക്കൾക്കൊപ്പം കടലോരത്തെ പാറയിൽ ഇരിക്കുന്നതിനിടെ ശക്തമായ തിരയിൽ അകപ്പെട്ട് 2 പേർ കടലിൽ വീഴുകയായിരുന്നു. മറ്റൊരാൾ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ഫർഹാൻ തിരയിൽ മുങ്ങിപ്പോവുകയായിരുന്നു. എടക്കാട് പോലീസും ഫയർഫോഴ്സും രാത്രിയിൽ തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. എടക്കാട് മുഴപ്പിലങ്ങാട് വില്ലേജ് ഓഫീസർമാരും സ്ഥലത്തെത്തിയിരുന്നു. വ്യാഴാഴ്ച പകൽ ഫൈബർ വള്ളത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ തിരച്ചിൽ നടത്തി വരികയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവാസി ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ തിരിച്ചുവന്ന പ്രവാസികളെ ഉൾപ്പെടുത്തുക, 60 കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ സമരം എന്ന പേരിൽ മാർച്ച് നടത്തിയത്. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നത് പ്രവാസി ലീഗിന്റെ നിരന്തരമായ ആവശ്യമാണ്. ലോക കേരള സഭയിലും നിയമസഭാ സമിതിക്ക് മുമ്പാകെയും മുഖ്യമന്ത്രിയുടെ മുമ്പാകെയും നോർക്കയുടെ മുമ്പാകെയും പ്രവാസി ക്ഷേമനിധിയുടെ മുമ്പാകെയും എല്ലാവരുടെ മുമ്പാകെയും ഈ വിഷയം ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 60 കഴിഞ്ഞ പ്രവാസികളെ ആനുകൂല്യങ്ങളും പെൻഷൻ നൽകുന്ന പദ്ധതിയിൽ ക്ഷേമനിധി ഉൾപ്പെടുന്നതിനെ കുറിച്ച് പരിഗണനയിൽ ഇല്ല എന്നാണ്. കേരളത്തിലെ തിരിച്ചു വന്ന പഴയകാല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പരിഗണിക്കപ്പെടേണ്ടവരാണ്. രാജ്യത്ത് തൊഴിലില്ലാത്തത് കൊണ്ട്, രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട്, രാജ്യത്ത് പട്ടിണിയായതുകൊണ്ട്, കുടുംബങ്ങളെ വിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് ഗൾഫ് കുടിയേറ്റം ഉണ്ടായത്. ആ ഗൾഫ് കുടിയേറ്റത്തിൽ അവർ ജീവിച്ചത് കൂടുതൽ പട്ടാളക്കാർക്കാരെക്കാൾ യാതനയും നരകവേദനയും അനുഭവിച്ചുകൊണ്ടാണ്. അവരവിടെ അധ്വാനിച്ചത് കൊണ്ടാണ് ഈ നാടിന്ന് പോഷിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പട്ടാളക്കാർക്ക് നൽകപ്പെടുന്ന ക്ഷേമാനുകൂല്യങ്ങൾ, പെൻഷനെ പോലുള്ള ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഈ തിരിച്ചു വന്ന പഴയകാല പൂർവ്വകാല പ്രവാസികൾക്കും നൽകണമെന്നാണ് പ്രവാസി ലീഗ് ആവശ്യപ്പെടുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് CPV അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി. ഇബ്രാഹിം മുണ്ടേരി, KC അഹമ്മദ്, UP അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂരിൽ ബൈക്ക് മോഷണ കേസിലെ പ്രതി അറസ്റ്റിൽ. തളിപ്പറമ്പ് കുപ്പം കണിക്കുന്ന് സ്വദേശി C പ്രിജേഷിനെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ചെമ്പിലോട് സ്വദേശി റോഷിത്തിന്റെ ബൈക്കാണ് 5 മാസം മുമ്പ് ഇയാൾ കവർന്നത്. ബസ് ജീവനക്കാരനായ റോഷിത്ത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പാർക്ക് ചെയ്ത ബൈക്കാണ് പ്രജീഷ് മോഷ്ടിച്ചത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശ്വാസധനം ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഉത്തരവിറക്കി ഹൈക്കോടതി. 2000 വ്യാപാരികൾക്ക് ആശ്വാസമാകും. കോടതിയെ സമീപിച്ചത് കരിവെള്ളൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള വ്യാപാരികൾ. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ഒറ്റക്കെട്ടായി പോരാടണമെന്ന് സംഘടനകൾ. ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ സന്ദേശങ്ങളും സംഘടിപ്പിച്ച് വിദ്യാലയങ്ങൾ. ലഹരി വിരുദ്ധ റാലി നടത്തി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ. ലയൺസ് ക്ലബ് കാനന്നൂർ നോർത്തിന് പുതിയ നേതൃനിര. ചടങ്ങുകൾ റോയൽ ഒമേഴ്സിൽ നടന്നു. നേതൃത്വം വഹിച്ച ഗ്ലോബൽ ആക്ഷൻ ടീം ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ. ചടങ്ങിൽ അനുമോദനവും ആദരവും നിരവധി സേവന പ്രവർത്തനങ്ങളും.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. കണ്ണൂർ കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ പയ്യാവൂരിലെ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി 949 ബാറുകളാണ് അനുവദിച്ചത്. ഒരു മാസത്തെ ബാറിന്റെ മദ്യത്തിന്റെ വരുമാനമില്ലെങ്കിൽ ഗവൺമെന്റിന് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതാണോ മദ്യനിരോധനം എന്നും അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചോദിച്ചു. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളാലും കേരളം മുങ്ങിത്താഴുമ്പോൾ പയ്യാവൂരിൽ പുതിയ മദ്യനിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെയാണ് കണ്ണൂർ ജില്ലാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. അങ്ങനെ അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി 9 വർഷം കൊണ്ട് ഇപ്പോൾ കേരളത്തിലുള്ളത് 949 ബാറുകളാണ്. നമ്മൾ ആലോചിച്ചാൽ മതി, അത് മദ്യനിരോധനം കൊണ്ടുവരാനാണോ? ഒരു മാസത്തെ ബാറിന്റെ വരുമാനം മദ്യവരുമാനം ഇല്ലെങ്കിൽ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കേരളം അകപ്പതിച്ചു. എന്നാൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനമില്ലാതെയും ഈ നാട്ടിൽ ഭരിക്കാൻ സാധിക്കുമെന്ന് ഉമ്മൻചാണ്ടി തെളിയിച്ചിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തെളിയിച്ചിരുന്നു. ഇനിയിപ്പോ കേരളത്തിൽ മദ്യപ്രളയമാണ്. അതിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ പാലക്കാട് ബ്രൂവറിക്ക് ലൈസൻസ് കൊടുക്കുന്നു. കണ്ണൂർ ജില്ലയിലും പയ്യാവൂരിൽ ഞാൻ മനസ്സിലാക്കുന്നത് കശുമാങ്ങിയിൽ നിന്നും മറ്റുമൊക്കെ തന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ലൈസൻസ് അവിടെയുള്ള ഒരു സർവീസ് സഹകരണ ബാങ്കിന് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് സർക്കാർ. ഇപ്പൊ മദ്യ ലഭ്യത അത് കൃത്യമായി ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങളുടെ പണം മുഴുവൻ, കൂലി ലഭിക്കുന്ന പണം മുഴുവൻ അത് മദ്യത്തിലൂടെ സർക്കാർ തന്നെ തിരികെ വാങ്ങുന്ന പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ശശികല സ്വാഗതം പറഞ്ഞു. ജില്ലാ മദ്യനിരോധന സമിതി പ്രസിഡന്റ് രഘുമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റവറന്റ് സിസ്റ്റർ അഞ്ജലി, ഉമ്മർ വിളക്കോട്, ഇംതിയാസ്, അഡ്വക്കേറ്റ് ദേവദാസ്, രമ്യ നേച്ചൂർ, ജനറൽ സെക്രട്ടറിമാരായ IC മേരി, ടി ചന്ദ്രൻ, പ്രസന്ന ലോഹിതാക്ഷൻ, കുഞ്ഞമ്മ തോമസ്, പ്രമീള രാജൻ, വർഗീസ് KG, മഹിളാവേദി ജില്ലാ പ്രസിഡന്റ് NP പത്മജ, മധു കക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ 31ാം കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി ദിനത്തോടനുബന്ധിച്ച് NCC കേഡറ്റുകളുടെ ഫ്ലാഷ് മോബ്, മൈം എന്നിവ ചക്കരക്കൽ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ PRO CP റഷീദ, NCC ഓഫീസർ M വീണ തുടങ്ങിയവർ സംസാരിച്ചു. നിലക്കുള്ള ഒരു പ്രവൃത്തിയാണ് ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തിക്കൊണ്ട് പണം സമ്പാദിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അത് പിടിക്കപ്പെട്ടപ്പോഴാണ് നാട്ടിലെ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരമൊരു സംഭവം രാജ്യത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ലഹരിയിൽ നിന്ന് തുടങ്ങി മരണത്തിലേക്ക് ഒടുക്കം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വലിയ വിപത്തിനെ നേരിടാൻ നമ്മുടെ നാടിനെ ഒന്നാകെ സജീവമായി രംഗത്ത് വന്നു എന്നുള്ള അതിന്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇനി അങ്ങോട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു സമൂഹത്തെയാകെ അധപ്പതിപ്പിക്കുന്ന രീതിയിൽ സമൂഹത്തിന്റെ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഈ മയക്കുമരുന്നിന്റെ വിപത്തുകളെ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പോരാടി ആ വിപത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭാവിയിൽ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ കഴിയത്തക്ക നിലയിൽ അടിമകളാകാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തക്ക നിലയിൽ നമുക്ക് ഒരുമിച്ച്
ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കണ്ണൂർ ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഫാമിലി മെമ്പേഴ്സും മാനേജ്മെന്റ് ടീമും ലഹരി വിരുദ്ധ റാലി കണ്ണൂർ കാൾടെക്സ് പരിധിയിലാണ് സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ AGM സുബൈർ, ഷോറൂം മാനേജർ അഭിജിത്ത്, ഓപ്പറേഷൻ മാനേജർ ജിതിൻ രാജ്, സാബിത്, അഷ്കർ, നിസാർ, ഇർഷാദ് എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് CHC ഇരുവേരി മാവിലായി AKG നഴ്സിംഗ് സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ചാല GHSSൽ നടന്ന പരിപാടി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളോ കേരളീയ സമൂഹമോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ്. ഏറ്റവും ചെറിയ നിരക്കിൽ മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ ശതമാനം മാത്രമേ. ആ ചെറിയ ശതമാനത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണമെങ്കിൽ ഇളം തലമുറയെ നമുക്ക് ബോധവൽക്കരണം നടത്തി അവരിലൂടെ നമുക്ക് സന്ദേശം എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് കൂടിയാണ്. നമുക്ക് ലഹരി ആവണം. ആ ലഹരി എതിനോടാവണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ എതിനോടാവണം? ലഹരി ജീവിതത്തോടാവണം, ലഹരി പഠനത്തോടാവണം, ലഹരി നമ്മുടെ വിവിധ മേഖലകളിലുള്ള കായിക മേഖലകളിലോടാവണം. അതാവണം നമ്മുടെ ലഹരി. നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞത് തന്നെ അതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഭാഗം എന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും കളിക്കളങ്ങൾ ഉണ്ടാക്കണം, ഗ്രൗണ്ടുകൾ നിർമ്മിച്ചുകൊണ്ട് കുട്ടികൾക്കും അതുപോലെ നമ്മുടെ യുവജനങ്ങൾക്കും കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾ അലക്ഷ്യമായി പോകുന്നതിന് പകരം അവർക്ക് വ്യായാമത്തോടൊപ്പം കായിക രംഗത്തുള്ള അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനകൾ വളർത്തിയെടുക്കാൻ കഴിയത്തക്ക നിലയിലോ ഒന്നായിട്ട് ഈ കേരളത്തിനകത്ത് മാറ്റാൻ സാധിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രതീശൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KT ബിന്ദു സ്വാഗതം പറഞ്ഞു. GHSS ചാല ഹെഡ് മിസ്ട്രസ് K സുനിഷ, IHI KP ഷൈജു, S റീജ, ഷീല, അഖിത തുടങ്ങിയവർ സംസാരിച്ചു. AKG നഴ്സിംഗ് വിദ്യാർത്ഥികൾ ബോധവൽക്കരണ പരിപാടിയും നടത്തി. കേരള സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ നടന്ന ഒന്നാമത് മത്സരത്തിൽ ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് കാസർഗോഡ് കോട്ടയത്തെ പരാജയപ്പെടുത്തി. സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലാണ് നിർവഹിച്ചത്. നിയ ഗണേഷ്, അലിയ KV, പാർവതി P, ആയിഷ മിർഹാന IP എന്നിവർ കാസർഗോഡിന് വേണ്ടി ഗോളുകൾ നേടി. രണ്ടാമത് നടന്ന മത്സരത്തിൽ പാലക്കാട് ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് ഇടുക്കിയെ പരാജയപ്പെടുത്തി. പാലക്കാടിന് വേണ്ടി അനുഷ്ക S, അനന്യ L, നിഷ K, ദിയ KP, ജിജിമോൾ, ഷിയ ജന്ന എന്നിവർ ഗോൾ നേടി. ഉച്ചയ്ക്ക് ശേഷം നടന്ന ആദ്യ മത്സരത്തിൽ കോട്ടയം 2-1 പാലക്കാടിനെ പരാജയപ്പെടുത്തി. കോട്ടയത്തിന് വേണ്ടി ദേവനന്ദ, ദിംഫാന, ഷണ്ടൻ എന്നിവർ 2 ഗോൾ നേടിയപ്പോൾ പാലക്കാട് ഒരു സെൽഫ് ഗോളിലൂടെ 1 ഗോൾ തിരിച്ചടിച്ചു. രണ്ടാമത് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് കാസർഗോഡ് ഇടുക്കിയെ പരാജയപ്പെടുത്തി. കാസർഗോഡിന് വേണ്ടി ശിവനന്ദ, ആയിഷ മിർഹാന IP എന്നിവർ ഗോൾ നേടി. നേരത്തെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആ രീതിയിൽ തന്നെ കണ്ണൂരിൽ ഒരുപാട് മൈതാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് പ്രതിഭകൾ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ ദേശീയ രംഗത്തുമൊക്കെ ഉണ്ടായ പ്രതിഭകളെ വാർത്തെടുക്കാൻ നമുക്ക് ഈ കണ്ണൂരിനെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മൈതാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട് വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ കളിക്കാനാകെയുള്ള ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നഗരത്തിൽ ഈ ജവഹർ സ്റ്റേഡിയം മാത്രമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരുപക്ഷെ ഇന്ത്യയിൽ മുഖരാം ഫുട്ബോൾ മാന്ത്രികൻ ഡീഗോ മറഡോണ നമുക്ക് മുമ്പിലുള്ള പ്രതിഭ. ആ ഫുട്ബോൾ മാന്ത്രികൻ സന്ദർശിച്ച ഇന്ത്യയിലെ ഏക സ്റ്റേഡിയം അത്
കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയമാണെന്നുള്ളത് നമുക്കൊരു അഭിമാന നിമിഷമാണ്. ചടങ്ങിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ VP പവിത്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ ഡോക്ടർ റെജിനോൾഡ് വർഗീസ്, അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ AK ഷെരീഫ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ VM ബാബുരാജ് സ്വാഗതവും ജോയിന്റ് കൺവീനർ KV അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലയൺസ് ക്ലബ്ബ് ഓഫ് കാനന്നൂർ നോർത്തിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഹോട്ടൽ റോയൽ ഒമേഴ്സിൽ നടന്നു. ഗ്ലോബൽ ആക്ഷൻ ടീം ലീഡർ ലയൺസ് അഡ്വക്കേറ്റ് വാമനകുമാർ PMJF ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആരാണെന്ന് സ്വയം തിരിച്ചറിയാത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും ഒരു മനുഷ്യനാവാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, അപ്പോഴേ നിങ്ങളൊരു മനുഷ്യനാവുന്നത്. നമ്മളുടെ കുട്ടികളെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുക. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടുന്നവർക്ക് പകരം താൻ ആരാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ പുതിയ തലമുറയെ പ്രാപ്തമാക്കലാണ് എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വം. ഒരു ലയൺസിലെ മെമ്പർ എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഒന്നും ലഭിക്കാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാധാരണക്കാരുടെ അടുത്ത് പോയി ഒരു സേവനം ചെയ്യുമ്പോഴാണ് നമ്മൾ എത്ര അനുഗ്രഹീതരാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നത്. അങ്ങനെ നമ്മളെ സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കുന്ന ഒരു വലിയ അന്തർദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് സത്യം. 2024-25 പ്രസിഡന്റ് ലയൺ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലയൺ ക്ലബ്ബ് ഓഫ് കാനന്നൂർ നോർത്തിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് അഡ്വക്കേറ്റ് വാമനകുമാർ നേതൃത്വം നൽകി. പ്രസിഡന്റായി PP ഹുമയൂണും സെക്രട്ടറിയായി ദീപ, ട്രഷററായി ഫ്രാൻസിസ് ആന്റണിയും ചുമതലയേറ്റു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ OV സനൽ പുതിയ അംഗങ്ങളെ ക്ലബ്ബിലേക്ക് സ്വീകരിച്ചു. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ കുടുംബത്തിലുള്ള വീട് നിർമ്മാണ സഹായവും പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാ സഹായവും വിതരണം ചെയ്തു. SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ചീഫ് കോർഡിനേറ്റർ ലയൺ ഹസീബ് ഹസൻ, റീജിയണൽ ചെയർപേഴ്സൺ ലയൺ സജീവ് മാണിയത്ത്, സോൺ ചെയർപേഴ്സൺ ലയൺ മണികണ്ഠൻ, അഭിലാഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഖദീജ ഹുമയൂൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷൈനയ്ക്ക് നന്ദി രേഖപ്പെടുത്തി. ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സിറ്റി ന്യൂസ് കണ്ണൂർ. ജനതാദൾ എസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനം ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ഫഖ്റുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിപ്പിക്കുന്നത് രാത്രി അർദ്ധരാത്രി. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുന്ന നടപടികളിലേക്ക് ക്ഷണിക്കുന്നു. പ്രധാനമന്ത്രിക്കെതിരായിട്ട് കോടതിയിൽ പോകാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം, നിയമവ്യവസ്ഥകൾ അവര് സ്വയം പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ പല നേതാക്കളും അടിയന്തരാവസ്ഥക്കെതിരായി മുന്നോട്ട് വന്നു. അന്ന് തർക്ക് എന്നറിയപ്പെടുന്ന S ചന്ദ്രശേഖർ, C ജവഹർലാലിനെ പോലുള്ളവർ അടിയന്തരാവസ്ഥക്കെതിരായി അകത്തും പുറത്തും സംസാരിച്ചു. എല്ലാവിധ ജനാധിപത്യ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് PP ദിവാകരൻ പറഞ്ഞു. ചടങ്ങിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ജില്ലാ പ്രസിഡന്റ് K മനോജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ T ഭാസ്കരൻ, സുഭാഷ് അയ്യോത്ത്, K സാജൻ, രാകേഷ് മാന്തമ്പേത്ത്, ബാബുരാജ് ഉളിക്കൽ, C ധീരജ്, TK കനകരാജ്, K അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജില്ലയിൽ കനത്ത മഴ, മതിൽ തകർന്ന റോഡിലേക്ക് വീണു. ഇടച്ചൊവ്വ അംഗൻവാടിക്ക് സമീപമാണ് വലിയ മതിൽ തകർന്ന റോഡിലേക്ക് വീണത്. തുഞ്ചത്താചാര്യൻ സ്കൂളിന് സമീപമാണ് അപകടം നടന്നത്. റോഡിൽ ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സ്കൂളിൽ ഫ്രൈഡ് റൈസ് വിളമ്പി തുടങ്ങി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പതിവ് ഭക്ഷണത്തിനൊപ്പം കുട്ടികൾക്ക് രുചികരമായ ഫ്രൈഡ് റൈസ് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായാണ് എടയന്നൂർ തെരൂർ MLP സ്കൂളിൽ ഉച്ചഭക്ഷണമായി ബുധനാഴ്ച ഫ്രൈഡ് റൈസ് വിളമ്പിയത്. രക്ഷിതാക്കളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് അധ്യാപകരുടെ പ്രതികരണം. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ രുചികരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ തുടക്കം. മക്കൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കുക എന്നതിലുപരി നമ്മൾ ഇവിടെ പുതിയ ഭക്ഷണ മെനു തയ്യാറാക്കിയ പ്രകാരം സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പുതിയ മെനു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അത് നമ്മളിവിടെ
തയ്യാറാക്കുക. സാധാരണ നമ്മൾ നല്ല ഭക്ഷണം തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. അതിലുപരിയായിട്ട് കുറച്ച് പോഷകം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുകയാണ്. സാധാരണയായി ലഭിക്കുന്ന ചോറ് കറിയുടെയും പകരമായി ഒപ്പം ചേർന്ന് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കുട്ടികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. അരി, മുട്ട, കാബേജ്, ക്യാരറ്റ്, ബീൻസ്, ഉള്ളിത്തണ്ട്, ക്യാപ്സിക്കം, പച്ചമുളക്, കുരുമുളക് പൊടി, മല്ലിയില, സോസ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും രക്ഷിതാക്കളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് അധ്യാപകരുടെ പ്രതികരണം. വിദ്യാർത്ഥികൾക്ക് പോഷകമൂല്യം കൂടിയ ഭക്ഷണം രുചികരമാക്കുക എന്നതാണ് ലക്ഷ്യം. അവർ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു കാണുമ്പോൾ അത് ആത്മസന്തോഷം നൽകുന്നുവെന്ന് പ്രധാന അധ്യാപകൻ PV സഹീർ പറഞ്ഞു. ഉച്ചഭക്ഷണ പദ്ധതിയിൽ കഴിഞ്ഞ 8 വർഷമായി നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മക്കളോടൊപ്പം എന്നത്. വീടുകളിൽ നടക്കുന്ന സന്തോഷകരമായ സന്ദർഭങ്ങളെ നമ്മുടെ വിദ്യാലയത്തിൽ കൂടി അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പൂർത്തീകരണം എന്ന രീതിയിൽ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മക്കളോടൊപ്പം. രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി ഉച്ചഭക്ഷണത്തിൽ വ്യത്യസ്തമായ ചില ഇനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വർഷം മുതൽ ഈ പദ്ധതി തിഥി ഭോജൻ എന്ന രീതിയിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ പൊതുജനങ്ങളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടുകൂടി ഉച്ചഭക്ഷണ പദ്ധതിയെ കൂടുതൽ വിപുലപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ചെലവ് അധികമാണെങ്കിലും കൂടുതൽ ഫണ്ട് ഉച്ചഭക്ഷണത്തിന് അനുവദിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും പാചക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്ഷണം ഒരുക്കുന്നുവെന്നും പദ്ധതി കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണ്ണൂർ മുഷാവറ അംഗവും നിരവധി മഹല്ലുകളുടെ ഖാസിയും പ്രമുഖ ആത്മീയ നേതാവുമായിരുന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെ 1-ാം ആണ്ട് അനുസ്മരണം നാളെ മുതൽ 30 വരെ പൊയ്ത്തുംകടവ് നൂറുൽ ഹുദയിൽ വെച്ച് നടക്കും. 27 നടക്കുന്ന മഖാം സിയാറത്തിന് സയ്യിദ് മഷ്ഹൂർ ഇമ്പിച്ചിക്കോയ തങ്ങൾ വളപട്ടണം നേതൃത്വം നൽകും. അംഗവും നിരവധി മഹല്ലുകളുടെ ഖാസിയും പ്രമുഖ ആത്മീയ നേതാവും പൊയ്ത്തുംകടവ് നൂറുൽ ഹുദ പ്രസിഡന്റുമായിരുന്ന വളവട്ടണം ഖാദി സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെ 1-ാം ആണ്ട് അനുസ്മരണം ഈ മാസം 27 മുതൽ 30 വരെ തങ്ങളുടെ മക്കാം ഷെരീഫ് അടുക്കളിൽ വെച്ച് നടത്തപ്പെടുന്നു. തങ്ങളുടെ 1-ാം ആണ്ട് അനുസരിച്ച് പരിപാടി 27 വെള്ളിയാഴ്ച അസർ നിസ്കാരം ശേഷം പതാക ഉയർത്തലോടുകൂടി പരിപാടി തുടക്കമായി. 28 ശനിയാഴ്ച വൈകുന്നേരം 4:30 ബഹുമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ MLA അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം നടക്കും. സയ്യിദ് സഫാൻ അൽ ബുഖാരി പതാക ഉയർത്തും. മാസാന്ത അൽമ ഉൽ ഹുസ്ന മജ്ലിസിന് സയ്യിദ് ജുനൈദ് അൽ ബുഖാരി മാട്ടൂലും ഷാദുലി റത്തീബിന് സയ്യിദ് സുഹൈൽ അസ്ഹാഖ് മടക്കരയും നേതൃത്വം നൽകും. 28-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, KV സുമേഷ് MLA, ഫിർദൌസ് സഖാഫി കടവത്തൂർ, അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, K അജീഷ് തുടങ്ങിയവർ പങ്കെടുക്കും. രാത്രി 7-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സയ്യിദ് സുഫിയാൻ അൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PP അബ്ദുൽ ഹക്കീം സഅദി ഉദ്ഘാടനം ചെയ്യും. 29-ന് രാവിലെ 10:30 മുതൽ അഖില കേരള ഖുർആൻ പാരായണ മത്സരവും നടക്കും. 30-ന് സമാപന ആത്മീയ സമ്മേളനം സയ്യിദ് സഅദുദ്ദീൻ അൽ ഹൈദ്രൂസി വളപട്ടണത്തിന്റെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ, വെള്ളി 118 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശ്വാസധനം ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഉത്തരവിറക്കി ഹൈക്കോടതി. 2000 വ്യാപാരികൾക്ക് ആശ്വാസമാകും. കോടതിയെ സമീപിച്ചത് കരിവെള്ളൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള വ്യാപാരികൾ.
ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ഒറ്റക്കെട്ടായി പോരാടണമെന്ന് സംഘടനകൾ. ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ സന്ദേശങ്ങളും സംഘടിപ്പിച്ച വിദ്യാലയങ്ങൾ. ലഹരി വിരുദ്ധ റാലി നടത്തി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ. ലയൺസ് ക്ലബ് കാനന്നൂർ നോർത്തിന് പുതിയ നേതൃനിര. ചടങ്ങുകൾ റോയൽ ഒമേഴ്സിൽ നടന്നു. നേതൃത്വം വഹിച്ച ഗ്ലോബൽ ആക്ഷൻ ടീം ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ. ചടങ്ങിൽ അനുമോദനവും ആദരവും നിരവധി സേവന പ്രവർത്തനങ്ങളും. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.